അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പകൽ വ്രതമനുഷ്ഠിക്കുകയും രാത്രി നിസ്കരിക്കുകയും അങ്ങനെ ഒരുപാട് സുകൃതങ്ങൾ ചെയ്തുകൊണ്ട് ആത്മീയത കൈവരിച്ചു. ആ ഒരു നിർവൃതിയിലായി പരിശുദ്ധമായ പെരുന്നാളിൻ്റെ സുദിനത്തിൽ ഇന്നത്തെ ഈ പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട്. രണ്ട് ആഘോഷങ്ങളുടെ സംഗമ ദിനമാണ്. ഒന്ന് വെള്ളിയാഴ്ച മുഅ്മിനിൻ്റെ ഈദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയാകുന്ന ഈദും അതുപോലെ തന്നെ ഈദുൽ ഫിത്തറാകുന്ന ചെറിയ പെരുന്നാളാകുന്ന ഈദും, ഇങ്ങനെ രണ്ട് സന്തോഷത്തിൻ്റെ സംഗമത്തിൻ്റെ ദിവസമാണിത്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സെൽഫിഷായി ജീവിക്കാൻ പാടില്ല. സ്വന്തം കാര്യം, സ്വന്തം ജീവിതം, സ്വന്തം താല്പര്യങ്ങൾ മാത്രം എന്ന രൂപത്തിലുള്ള ജീവിതം ഒരിക്കലും നയിക്കുന്നവരാവാൻ പാടില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കുള്ള ഒരു സന്ദേശമായി മാറേണ്ടതുണ്ട്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കുള്ള ഒരു സന്ദേശമായി മാറുമ്പോൾ നമ്മുടെ പരിസരം, നമ്മുടെ സമൂഹം അല്ല, ഈ ലോകം തന്നെ നന്മയുടെ വക്താക്കളായി മാറുന്നതാണ്. ഈ ഒരു ആശയമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുൻപോട്ട് വെക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ ശകലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: വ അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തക്കുൻ മുസ്ലിമ. ഒരു യഥാർത്ഥ മുസ്ലിമായി നീ മാറണമെങ്കിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിനക്കെന്തൊക്കെയാണോ താല്പര്യപ്പെടുന്നത്, നിനക്കെന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിത്തീരണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയും മറ്റുള്ളവർക്കും ഉണ്ടായിത്തീരുവാൻ നീ ആഗ്രഹിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നിനക്കുണ്ടാകാൻ പാടില്ല എന്ന് നീ താല്പര്യപ്പെടുന്നോ, എന്തെല്ലാം കാര്യങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് നീ പേടിക്കുന്നുവോ, എന്തെല്ലാം വിഷയങ്ങളെ നീ വെറുക്കുന്നുണ്ടോ, അതൊന്നും മറ്റുള്ളവർക്കും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടായിത്തീരണം. തക്കുൻ മുസ്ലിമ, അപ്പോഴാണ് നീ യഥാർത്ഥ ഒരു മുസ്ലിമായി തീരുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്.